നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീകളെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനോടൊപ്പം തന്നെ അവരെ ക്രൂരമായി ഒരു പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം ക്രൂരമായിട്ട് ആ സ്ത്രീയെ സമീപിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യർക്കിടയിലാണ് നമ്മളിത് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ആയിരിക്കെ തന്നെ ഒരു തൻ്റെ ശരീരത്തിൽ തൊടുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആസ്വാദനം ഒരു പുരുഷൻ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് പരാതിപ്പെടാനുള്ള അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നിയമ പരിരക്ഷ നേടാനുള്ള അവസരങ്ങൾ ഇന്നുമുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ കൺസെന്റോട് ബന്ധമായി അവർ തമ്മിൽ പിന്നീട് ആ ബന്ധം ഏതെങ്കിലും രീതിയിൽ സോറാവുമ്പോഴത്തേക്ക് ഉടനെ തന്നെ എത്ര 2 വർഷം 3 വർഷം 4 വർഷം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ റേപ്പിന് കേസ് കൊടുക്കുക. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രത്യേക ദൈവത്തിന്റെ ഒരുപാട് അധികാരമുള്ള ഒരു ദൈവത്തിന്റെ കുട്ടിയാണോ? ഒരു പുരുഷൻ എന്ന് പറയുന്നത് അധികാരം കുറഞ്ഞ അല്ലെങ്കിൽ ഡിഫക്റ്റായ ഒരു ദൈവത്തിന്റെ കുട്ടികളാണോ പുരുഷൻ? പുരുഷനും സ്ത്രീയും നമ്മുടെ രാജ്യത്ത് ഈക്വലാണ്. ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാ ഒരാൾ പോയി പറയുക നമുക്ക് തമ്മിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ ബോധവും തലയ്ക്കകത്ത് ആള് താമസമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ ആരെങ്കിലും കൂടെ കണ്ണ് കിടക്കാൻ പറ്റും? സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അതിനുശേഷം ഈ പുരുഷൻ കാലം മാറുമ്പോഴാണല്ലോ ഇവിടെ വഞ്ചനയുടെ അംശം വരുന്നത്. ഒരു പുരുഷനും സ്ത്രീയും കൂടെ സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കാലവും സ്നേഹം അങ്ങനെ നിൽക്കുവോ? എന്താ ഈ പറയണേ? ഒരു സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ സ്നേഹം ഒരുപാട് കാരണങ്ങളുണ്ട് സ്നേഹം പിരിയാം. അതിന് ആർക്കും സ്വാതന്ത്ര്യമില്ലേ? ഒരു സ്ത്രീയായിട്ട് എനിക്ക് ബന്ധം വന്നു അല്ലെങ്കിൽ അടുപ്പം വന്നു, ആ സ്ത്രീയായിട്ട് എനിക്ക് തെറ്റിപ്പിരിയാനായിട്ട് അവകാശമില്ലേ? എന്ത് ലോജിക്കായി പറയണേ? കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് ഉറപ്പിലായിരിക്കുമല്ലോ സാർ ഇത്തരം ഒരു ബന്ധത്തിലേക്ക്, ആ ബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ടാവുക. അങ്ങനെയും ചിന്തിക്കാമല്ലോ. മാഡം, ലോകത്തിൽ ഏതെങ്കിലും വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയെ, വിദ്യാഭ്യാസമുള്ള ലോകത്തിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കൂടെ കിടക്കുവോ? അതല്ല ഉദ്ദേശം. ഒരു സ്ത്രീയെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു, പല രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നു, എന്നിട്ട് അവരെ ആദ്യം അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോ ആ സ്ത്രീക്ക് തന്നെ അറിയില്ല സെക്സ് എന്താണെന്ന് അറിയാത്ത ഒരു സ്ത്രീ അടുത്ത പ്രാവശ്യം വീണ്ടും അവരുമായിട്ട് നേരിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീയുടെ ശരീരം കീറി മുറിക്കുന്നു. അവര് പ്രണയിച്ചു എന്നത് സത്യം, അവന് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത് സത്യം, അവർ വിശ്വസിച്ചു. പിന്നീട് വന്നിട്ട് വീണ്ടും അവരുടെ ശരീരം കീറി മുറിച്ചുകൊണ്ട് വൈൽഡ് സെക്സ് ആണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഷഹനാസ് പറഞ്ഞ പോലത്തെ അനുഭവങ്ങൾ എല്ലാ പക്ഷത്തും ഉണ്ടായിട്ടുണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. ആന്തരിക അവയവങ്ങൾ ദ്രവിപ്പിച്ച് ഷാരോനെ കൊല്ലുമ്പോഴും ഗ്രീഷ്മയും അവനോട് ലൈംഗികത അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു. പാവപ്പെട്ട ഷാരനെ, എന്നിട്ട് ഷാരൻ ഈ വിഷം കഴിച്ച്, അതായത് കഷായം കലക്കി കൊടുത്ത് ഷാരൻ വിഷം കഴിച്ച് ആന്തരിക അവയവങ്ങൾ ദ്രവിച്ചു മരിക്കുമ്പോഴും ആ ഗ്രീഷ്മയെ തെള്ളി പറയാൻ തയ്യാറാവാതെ അവളെ കുറ്റപ്പെടുത്താതെ നിൽക്കുന്ന ആണുങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കമുള്ള കേസുകൾ ഇതിനോടുള്ള സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ, ആദ്യം ഇതേപോലെ ഫോൾസ് മാരേജിന്റെ പ്രോമിസ് ഉണ്ടെന്ന് പറഞ്ഞു, പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞു, അബോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു, എന്നിട്ട് ചില ആൾക്കാർ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചു എന്ന് വരെ കഥകൾ ഉണ്ടാക്കി. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ 6 ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ 10,000 രൂപ വിഷു കൈനീട്ടം അയച്ചു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. അതായത് രാഹുൽ ഈശ്വറിന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞ് എനിക്ക് 10,000 രൂപ വിഷു കൈനീട്ടം അയച്ചു തരികയാണ്. ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ എനിക്ക് ഷാമ്പുവും മറ്റു കാര്യങ്ങളും അയച്ചു തരികയാണ്. ഞാൻ ആദ്യ ദിവസം ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, മുഖത്തു തുപ്പി, അടിച്ചു, ഉപദ്രവിച്ചു എങ്കിൽ ഇതൊക്കെ പ്രാക്ടിക്കലാണോ? ഒരു കൈവതം നാറ്റുകരുത്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു ആരെന്നറിയാമോ? വ്യാജ പരാതി കൊടുക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. വ്യാജ പരാതി കൊടുത്ത് ബാക്കിയുള്ള സ്ത്രീകളുടെ ക്രെഡിബിലിറ്റി കൂടെ തകർക്കുന്ന സ്ത്രീകളാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. ദുർബലയായിട്ടുള്ള സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യാൻ നിയമം പ്രൊവിഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇത് ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഏറ്റവും വലിയ ക്രൂരത അനുഭവിച്ചിട്ടുള്ള സ്ത്രീയെ ആ വിഷയമല്ല ഇവിടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്.
വ്യാജ വിവാഹ വാഗ്ദാനം നൽകി ഒരു അഡ്വക്കറ്റിനെ അങ്ങനെ ഒരു വാഗ്ദാനം നൽകി ഡൈവോഴ്സ് കേസ് നിൽക്കുമ്പോൾ ഭർത്താവ് ഡൈവോഴ്സ് കേസ് കൊടുത്തിട്ട് അതിനെതിരെ അവർ വിജയകരമായിട്ട് ഫാമിലി കോടതിയിൽ ജയിച്ചു. അവർ വിവാഹം നിയമപരമായി നിലനിൽക്കുന്നതാണെന്ന് അവർ സ്ഥാപിച്ചിട്ട് ആ സമയത്ത് അവരിങ്ങനെ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് എനിക്ക് വ്യാജ വിവാഹ വാഗ്ദാനം നൽകി എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതികൾ ഇടപെടണ്ടേ നിഷ? പണി പിന്നെയും പാളി. ഷഹനാസ് പറഞ്ഞ ഒരു കാര്യത്തിന് ഞാൻ റിപ്ലൈ പറയാം. ആ ഡോക്ടർ ഓമന എന്ന് പറഞ്ഞ ലേഡിക്കെതിരെ ഒരു കേരള പോലീസ് എടുത്തൊരു കേസുണ്ട്. അതിന്റെ ഫാക്സ് അറിയാമോ? ഒരുത്തരം കൊണ്ട് 16 ആയിട്ട് അവന്റെ ബോഡി കട്ടിയിട്ട് ഫ്രിഡ്ജിനകത്ത് കയറ്റി ഡിസ്ട്രോയ് ചെയ്ത്. ഒരു സ്ത്രീയല്ലേ? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. ഒരു സ്ത്രീ ഒരുത്തം പോയിട്ട് അവന്റെ അടുത്ത് പോയിട്ട് വന്ന് ഞാൻ ഒന്ന് കല്യാണം കഴിക്കാം, നിങ്ങൾ എന്റെ കൂടെ വന്ന് കിടക്കുമെന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു സ്ത്രീയും വരത്തില്ല. അവന്റെ ചൗക്കുറ്റി അടിച്ച് പൊളിക്കും. എന്താ ഉറക്കം വരുന്നു. ഇതിനകത്ത് ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നവർക്ക് നല്ല പണിയായി ഇത് കൊടുത്തിരിക്കുന്ന ഒരു സംശയവും ഇല്ല. എത്രയോ പെണ്ണുങ്ങൾ എത്രയോ കള്ളക്കേസുകളായിട്ട് വരുന്നു. അപ്പൊ ഇതൊന്നും ന്യായമല്ല. ഒരു കേസിനെ നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ജനറലൈസ് ചെയ്ത് മര്യാദ ഉള്ള പുരുഷനും ഉണ്ട്, മര്യാദ ഉള്ള സ്ത്രീയും ഉണ്ട്, തെമ്മാടിത്തരമുള്ള സ്ത്രീയും ഉണ്ട്, തെമ്മാടിത്തരമുള്ള പുരുഷനും ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കാണണം. അല്ലാതെ ഒരു ഭാഗം മാത്രം കാണുന്നത് കുതിര കണ്ണു കിട്ടിയതുപോലെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നത് തെറ്റാണ്. ഇതിനകത്ത് ഒരുപാട് നിയമ നിഷേധം വരും. അത് ശരിയല്ല. ഓരോ കേസിന്റെ ഫാക്ട്സ് നോക്കിയിട്ട് മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ പെണ്ണുങ്ങൾ മോശക്കാരാണെന്നൊന്നും ഞാൻ പറഞ്ഞത്. എത്രയോ മാന്യതയുള്ള അന്തസ്സുള്ള സ്ത്രീകൾ എത്രയോ പേരുണ്ട്. അവരാരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. പടച്ചോനെ ഇത് പുലിവാലാവൂലോ? ഇത് പുലിവാലാവും. വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ അതിന് തയ്യാറാവത്തില്ല. വിദ്യാഭ്യാസവും മാന്യതയുള്ള ഒരു സ്ത്രീ അതിന് തയ്യാറാവത്തില്ല. എവിടെയും പോകാത്ത സ്ത്രീകൾ അതിക്രൂരമായി എത്രയോ ഈ രാജ്യത്ത്. അങ്ങനെയല്ല, എവിടെയും പോകാത്ത സ്ത്രീയല്ല. അവർക്ക് മനസ്സുണ്ട്, അവർക്ക് സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട്, അവർക്ക് വിശാലമായ ഹൃദയമുണ്ട്, അവർക്ക് സ്നേഹിക്കാൻ അറിയാം. പക്ഷെ ഇത്തരത്തിലുള്ള വൃത്തികേടിന് അവർ പോകത്തില്ല. അതേ ഞാൻ പറഞ്ഞ മനസ്സിലായോ? പ്രണയത്തിലായിരിക്കുന്ന സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി മാഡം. യു ആർ ട്രൈങ് ടു മിസ്ഇന്റർപ്രറ്റ് തിങ്. ഞാൻ പറഞ്ഞതല്ല. ഒരുത്തന്റെ കൂടെ സ്നേഹമാണെന്ന് പോയി കിടന്നിട്ട് അവന്റെ കൂടെ ലൈഫ് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അവനെ പിടിച്ച് ജയിലിനകത്താക്കുന്ന മാന്യതയാണോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരു പ്രണയം ഒരു സ്നേഹബന്ധം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു സ്ത്രീക്ക് മാത്രമേ വിഷമം വരത്തുള്ളൂ. ഒരു ബ്രേക്കേജ് വരുമ്പോഴത്തേക്ക് പുരുഷന് വിഷമം വരത്തില്ലയോ? എത്രയോ പുരുഷന്മാര് പ്രണയ നൈരാശ്യം കൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഭ്രാന്തന്മാരാണോ? ഇത് ഈക്വലി അപ്ലൈസ് മാഡം. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഏത് ക്രൂരതയും സ്ത്രീകൾ ചെയ്യും എന്ന് വിലയിരുത്തുന്നത് എങ്ങനെയാണ് സാർ? ഏത് ക്രൂരതയും സ്ത്രീയും ചെയ്യും, പുരുഷനും ചെയ്യും, എല്ലാവർക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം. പറഞ്ഞ മനസ്സിലായി? എങ്ങനെയാണ് ഷഹനാസ് ഇതിനെ കാണുന്നത്? ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പൊ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഒരു വിഷം കൊടുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്, വെട്ടി കൊന്ന് സൂട്ട് കേസിലാക്കിയ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കൂ, എത്രമാത്രം സ്ത്രീകൾ എല്ലാ കാറ്റഗറീസിലും തെറ്റും ചെയ്യുന്ന മനുഷ്യരുണ്ട്. സ്ത്രീകളിലുമുണ്ട്, പുരുഷന്മാരിലുമുണ്ട്. പക്ഷെ നിങ്ങൾ അതിന്റെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആക്രമിക്കുന്ന ആളുകൾ ആരാണ്? എല്ലാവരും പറയുന്ന ഒരു കാര്യം, സ്ത്രീ സംരക്ഷണത്തിന് നിയമങ്ങളുണ്ട്, ശരി തന്നെ. പക്ഷെ ആ നിയമം ഉണ്ട് എന്ന ബലത്തിൽ ആളുകൾക്കെതിരെ വ്യാജ പരാതികളും വ്യാജ ആരോപണങ്ങളും ഉന്നയിക്കുന്നു. ആ കാര്യത്തിലും കോടതികൾ ജാഗ്രത പുലർത്തണ്ടേ എന്ന മറുചോദ്യമാണ്. അങ്ങനെ വ്യാജ പരാതികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടില്ല. സ്ത്രീ കള്ളത്തരം ചെയ്യുന്നവരുണ്ടാവും. അതിന് ജെൻഡർ വ്യത്യാസമില്ല. സ്ത്രീയിലും പുരുഷനിലും കള്ളത്തരം ചെയ്യുന്നവരുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഒരു കേസ് നിങ്ങൾ ആലോചിക്കൂ. ആ സ്ത്രീയുടെ ശരീരത്തെ പോലും വെറുതെ വിടാതെ. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഞാൻ ഷഹനാസിനോട് എനിക്കൊരു ചോദ്യമുണ്ട്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഐ വോണ്ട് ആൻസർ ഫ്രം ഹർ. മാഡം ഒറ്റ ക്വസ്റ്റ്യൻ. ഷഹനാസ് മാഡം ഈ ഛത്തീസ്ഗഡിലെ കേസുണ്ടോ, പ്രമോദ് കുമാർ നവരത്ന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, ഇതേപോലുള്ള ഫാക്സ് ഉള്ള ഒരു കേസിനകത്ത് നിങ്ങൾ ഇതേപോലൊരു ഫാക്സ് ഉള്ളൊരു കേസ്, അതായത് പ്രമോദ് കുമാർ നവരത്ന, നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരത്തില്ലല്ലോ. അപ്പൊ ഇതേപോലുള്ള ഫാക്സ് ഉള്ള ഒരു കേസ് നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതിൽ ആരാ തെറ്റ്?
സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു കാര്യം പറയട്ടെ, പറയണം മാഡം. വ്യക്തിപരമായിട്ട് അറിയാവുന്ന മറുപടി പറയുന്നുണ്ടോ? പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന് മറുപടി തരണം മാഡം. അവര് കൈൻഡ്ലി ഗീവ് ആൻ ആൻസർ ടു അവര് ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യം അവർ കാണുമ്പോൾ അവരെ മൃഗീയമായിട്ട് ആ പുരുഷൻ ഉപദ്രവിക്കുകയാണ്, ലൈംഗികമായി യൂസ് ചെയ്യുന്നത്. എനിക്ക് വൈൽഡ് സെക്സ് ആണ് ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ കീറി മുറിക്കുകയാണ്. ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത്? ോടൊപ്പം അവര് നല്ല നിങ്ങളോടും പോത്തിനോടും വേദം ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. പരാതിപ്പെടണോ മിണ്ടാതിരിക്കണോ? ഞാൻ ഇത് പരാതിപ്പെടേണ്ട. ഒരു പ്രാവശ്യം ഇവര് പ്രണയത്തിലായിട്ടുണ്ട്, എന്നോട് വിവാഹ വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി പരാതിപ്പെടണ്ട എന്ന് വിചാരിച്ച ആ സ്ത്രീ മിണ്ടാതിരിക്കാമെന്ന് പറഞ്ഞു. അവരെ വളരെ മനോഹരമായിട്ട് പ്രണയിച്ചു, അവരെ മാനിപ്പുലേറ്റ് ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത് അവരെ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.